ഹായ് കൂട്ടുകാരെ, വീട്ടിലെ കൂട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിന്ന് അടിപൊളി ഒരു മെഴുക്ക് വെക്കാം. 2 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് ബീൻസ്, 2 കത്തിരിക്ക കഴുകി കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റി വെക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കത്തിരിക്ക അരിയുമ്പോൾ വെള്ളത്തിലാണ് അരിഞ്ഞിടുക, അപ്പോൾ അതിന്റെ കറ മുഴുവനായി മാറി കിട്ടും. ഇനി ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് ചീനിച്ചട്ടി കഴുകി വെച്ച് കൊടുക്കുക. ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. നമ്മളിട്ട കടുകെല്ലാം പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകെല്ലാം നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട ഉടൻ തന്നെ ഗ്യാസ് ഓഫ് ആക്കണം. ഇനി കടുകും കറിവേപ്പിലയും പൊട്ടിയ എണ്ണയിൽ കൂടി ഒരു 3/4 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിൻ്റെ പച്ച മണം പോകുന്നത് വരെ നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഗ്യാസ് ഓണാക്കി നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച കത്തിരിക്കയും ഉള്ളിയും ബീൻസും മുളകും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് എല്ലായിടം പറ്റി പിടിക്കാമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ കൂടി ചെയ്യണേ. ഇനി നമുക്ക് വളരെ തീ കുറച്ച് വെച്ചിട്ട് ഒരു പാത്രം എടുത്ത് അടച്ച് വയ്ക്കാം. അങ്ങനെ നമ്മളൊരു 3 മിനിറ്റ് ആവിയിൽ വെച്ച് വേവിച്ചു. ഇനി നമുക്ക് കൈ പൊള്ളാത്ത രീതിയിൽ നമുക്ക് ഈ അടപ്പിനെ പതുക്കെ ഒന്ന് എടുക്കാം. തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ മെഴുക്ക് റെഡിയായിട്ടില്ലേ, ശകലം കൂടി വേവാനുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മൾ 1 മിനിറ്റ് കൂടി അടച്ച് വെച്ച് അങ്ങനെ ആ തീ തന്നെ അങ്ങനെ വെച്ച് കൊടുത്തു. ഇപ്പോൾ എന്തായാലും ഈ മെഴുക്ക് വെന്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ പരുവത്തിന് ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മെഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് ഇത് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കാണ്. ഇനി ഗ്യാസ് ഓഫാക്കി നമുക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരുവം. പെട്ടെന്ന് തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അടിപൊളി മെഴുക്ക്. ഈ രാവിലെ ജോലിക്കൊക്കെ പോണവർക്ക് പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് ഇത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.